എന്തിനാണ് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ എല്ലാ ആഴ്ചയും വന്ന് അവിടുത്തെ ആരാധിക്കുന്നത്? ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പോഴാണ് കർത്താവ് യെശയ്യാ 43:7 എടുത്തു തന്നത്. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്ത ജനം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രിയപ്പെട്ടവരെ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. രണ്ട് റഫറൻസ് പറയാം. ഒന്ന് 43:7, യെശയ്യാ 43:7, യെശയ്യാ 43:22. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. പ്രൈമറി പർപ്പസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ തിരി ഇവിടെ ഉണ്ടാക്കിയത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ട് ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ എന്ത് പറ്റും? എളുപ്പമുള്ള ഉദാഹരണം, റബ്ബർ നട്ടിട്ട് അതിൽ നിന്ന് പാലില്ലാത്ത റബ്ബർ പോലെ വെട്ടിക്കളയേണ്ട വരും. അപ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഒരു നാച്ചുറൽ ഔട്ട്കമാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഔട്ട്കം അല്ല. മനുഷ്യനിൽ നിന്ന് ദൈവാരാധനയില്ലെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യനാണ് നീയെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതം പാഴാണ്. നീ ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെത്രമാത്രം അധികമാണോ അത്രമാത്രം നീ കർത്താവിലേക്ക് വളരുന്നു. നിന്റെ ജീവിതം സഫലമാണ്. അവർക്ക് വിളിക്കാം, ഈശോയേ.